2018 പ്രളയത്തിൽ വന്നപ്പോൾ അവന് നടക്കാൻ പോലും വയ്യാത്തൊരു ഇതിലായിരുന്നു ഞാൻ. പുഷ്പാന്ന് വിളിച്ചാൽ ഉടനെ ഓടി വരും. വീട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ ജീവനായിരുന്നു പുഷ്പന്. ഞങ്ങൾക്ക് അവനെ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. ഈ കോളനിക്കാരനെ ഓരോരുത്തരുടെയും കാവൽക്കാരനായിട്ടായിരുന്നു അവന്. ഇപ്പം ഞങ്ങളുടെ ജീവനാണ് അവിടെ. അവൻ ഇവിടുത്തെ രാജാവാണ്. പുറത്തുനിന്ന് വേറൊരാൾ വന്നാൽ തന്നെ ഭയങ്കര അവൻ ദേഷ്യപ്പെടും. ദീപിച്ച് അവിടെ പോയി 3 ദിവസം ആ പട്ടി പട്ടിണി കിടന്നു. അങ്ങനെ 3 ദിവസം കിടന്നിട്ട് ആ പട്ടി കണ്ണീര് ഒലിപ്പിച്ച് അവിടെ ഇറങ്ങിപ്പോയത്. ഞാൻ ഏത് രാത്രി ജോലിക്ക് പോയിട്ട് വന്നാലും എൻ്റെ കുടുംബത്തിനും എൻ്റെ പിള്ളേർക്കും എല്ലാം ഒരു കാവലായിരുന്നു. ഞാൻ വരുന്നത് നോക്കി അവൻ ആ കടയിൽ നിൽക്കും. ഇതാ നോവായി മാറി. ഇതാര് ചെയ്തെങ്കിലും വളരെ ക്രൂരതയായി പോയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേറെ അതിന്റെ കൂടെ നടക്കുന്ന പട്ടിക്കൊന്നും വിഷം ഏറ്റിട്ട്. നമസ്കാരം. ഒരു നാടിൻ്റെ ഓമനയായിരുന്ന നായയെ നഷ്ടമായതിൻ്റെ വേദനയിലാണ് ഇവിടെയുള്ളവരെല്ലാം. കോട്ടയം ജില്ലയിലെ ചേനപ്പാടി പാതിപ്പാറ എന്ന സ്ഥലത്തിൻ്റെ കാവൽക്കാരനായിരുന്നു പുഷ്പൻ എന്ന പേരുള്ള നായ. അവൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാം പേജ് വരെ നൽകിയിരുന്നു. ഈ നാട്ടിലും നാട്ടുകാർക്കുമൊക്കെ അവൻ കാവൽക്കാരനായിരുന്നു, സുഹൃത്തായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ പുഷ്പനെ പറ്റി അവർക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. 2018 പ്രളയത്തിലാണ് ഈ മണിമലയാറ് വഴിയാണ് പുഷ്പനെ ഇവർക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ പൊന്നോമനയായി അവർ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ആ നായയെ നഷ്ടമായതിൻ്റെ വേദനകൾ നമുക്ക് അവരോട് തന്നെ, ഈ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഒരു പശുക്കൂട്ടിലായിരുന്നു ഇതിനെ കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു ക്രാവിനെ മേടിച്ചു കഴിഞ്ഞപ്പോ അത് അവിടുന്ന് പിണങ്ങി ഇറങ്ങി അപ്പൊ ഇവിടെ വന്ന് കൂടുകയും അവിടുന്ന് എന്റെ കൂടെ വീട്ടിലോട്ട് വരികയും ചെയ്തു. അപ്പൊ ഞാൻ എവിടെ ആര് പോയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അടുത്തെല്ലാം പ്രദേശത്ത് ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാരെ പള്ളിയിൽ കൊണ്ടുവിടും. ഇവിടുന്ന് 3-4 പേര് ഹിന്ദുസ്ഥാൻ കോളേജ് ജോലിക്ക് പോകുന്നുണ്ട്. അവരെ അവിടെ കൊണ്ടുവിടും. അവിടുന്ന് ഇവിടെ വരും. അങ്ങനെ ഈ പ്രദേശത്തെ ഈ കോളനി നിവാസികളുടെ എല്ലാം കണ്ണിലുണ്ണിയായിട്ട് വളർന്നാണ്. അപ്പം ഇവിടെ തേക്കുംമൂട്ടിലെ രാഹുലാണ് അവന് പുഷ്പൻ എന്ന് പേരിട്ടത്. അപ്പം അങ്ങനെ ഇവിടെ എല്ലാ വീട്ടിലും അവന് ഭക്ഷണം. അത് ആ വീട്ടിലെ ആളാണെങ്കിൽ ഇതിനെ കുളിപ്പിക്കുകയും അവരുടെ പട്ടിയെ നോക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു പുഷ്പന്. ഞാൻ ഒരു ദിവസം ഇവിടെ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് 2022 കട്ടില് വിതരണത്തിന് ഒരു 10-25 കട്ടില് കൂട്ടണമായിരുന്നു. അപ്പൊ ഒരു രാത്രി ഒരു 11:30 വരെ അത് എന്റെ കൂടെ അവിടെ ഇരിക്കുകയും അത് കഴിഞ്ഞ് എന്റെ കൂടെ ഒരു രക്ഷകനായിട്ട് ഒരു സഹായിയായിട്ട് ഇരിക്കുകയും ഒരു 11:30 ആയപ്പോ നമ്മളെ കൊണ്ട് തിരിച്ച് വീട്ടിൽ വിട്ടിട്ട് തിരികെ വരികയും ചെയ്തു. ഈ കോളനിയിൽ ഒരു 20 വീടുണ്ട്. അവിടെ എവിടെ ചെന്നാലും പുഷ്പന് ഭക്ഷണമുണ്ട്. ഇവിടെ എല്ലാ വീട്ടിലും എടുത്തു പറയാനില്ല, 20 വീടുകളുണ്ട്. 20 വീട്ടുകാരെയും കണ്ണിലുണ്ണിയായി വളർന്നാണ്. അപ്പൊ ഞാനങ്ങ് ദുബായിലായിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ വീടിന്റെ മുറ്റത്ത് ഇവരിങ്ങനെ കിടക്കുക. അപ്പൊ ഞാൻ എന്റെ മോനോട് പറഞ്ഞു, എടാ ഈ പിള്ളേരൊക്കെ അടുത്ത് ഈ പട്ടിയെ ഇങ്ങനെ ഇത് എവിടുന്ന് വന്നതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം ഇവൻ പറഞ്ഞു, അമ്മ ഇന്നപോലെ കിട്ടിയതാ വെള്ളം. അങ്ങനെ കുഞ്ഞിനെ വെള്ളപ്പൊക്കത്തിൽ വന്നപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല, കിട്ടിയതാ. അവനിവിടെ എല്ലാവരുടെയും രാജാവായിട്ട് അവനിവിടെ വാഴുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് എനിക്കങ്ങ് ഇഷ്ടമായി. പിന്നെ ഇവനുമായിട്ട് ഞാൻ റോഡിൽ കിടന്ന്, എനിക്കിപ്പോൾ 19 വയസ്സായി, റോഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഞാൻ ഓടി കാണിക്കുവാന്. അപ്പോൾ അവൻ എൻ്റെ കൂടെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇങ്ങനെ കൈ പൊക്കി പിടിച്ച് വെച്ച് 2 കാലേ നടത്തിക്കും. അങ്ങനെയൊക്കെ അതിനൊപ്പിച്ച് നമ്മളെ നമ്മുടെ കൂട്ടത്തിലാവും ഡാൻസ് കളിക്കുക ഒക്കെ ചെയ്തോണ്ടിരുന്ന ഒരു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പട്ടിയായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് ഞങ്ങൾ അവനെ കരുതിയിരുന്നത്. പുഷ്പരാജ് പിള്ളേർ റീൽസ് ഒക്കെ എടുക്കാനായിട്ട് ആറ്റിലൊക്കെ കൊണ്ടുപോകും. അതിനൊക്കെ ചാടാനും അറിയാനും എല്ലാം കൂടെ ഫേസ്ബുക്കിലുണ്ട്, അവന്റെ അക്കൗണ്ടിലൊക്കെ ഉണ്ട്. പുഷ്പൻ ഇവിടെ 2018 പ്രളയത്തിൽ വന്നപ്പോൾ അവന് നടക്കാൻ പോലും വയ്യാത്തൊരു ഇതിലായിരുന്നു. ഞങ്ങൾ അവനെ ഇവിടുന്ന് ആശുപത്രി കൊണ്ടുപോയും ഇവിടുത്തെ എല്ലാ വീട്ടിൽ നിന്നുള്ള ആഹാരവും കഴിച്ച് അവനെതിരെ ഓടിയാണ് നടന്നിരുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഇഷ്ടമായിരുന്നു. ഒന്നും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. അവന് നടക്കണോ ഇരിക്കണോ ഒന്നും അറിയത്തില്ലാത്ത രീതിയിൽ അവനിങ്ങനെ വേച്ച് നടന്നപ്പം ഞങ്ങൾ അവനെ ആശുപത്രി കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും അവന് വേണ്ടത് ചെയ്തു കൊടുത്തു. അവൻ മരിക്കുന്ന ദിവസം വരെയും അവൻ വീട്ടിൽ ഓടിയാണ് നടന്നത്. ഇപ്പോൾ ഈ 2018 വെള്ളപ്പൊക്കത്തിൽ വന്നാണ് ഈ പുഷ്പൻ. അന്ന് പുഷ്പൻ നല്ല പേര് ഇവിടെ വന്നിട്ടതാണ്. ഈ അന്ന് ആ സിനിമ, ഈ അല്ലു അർജുൻ്റെ പടം വന്നതുകൊണ്ട് പുഷ്പൻ ആ സമയത്ത് നല്ല ഫേമസ് ആയി കൂടുന്ന പടമായിരുന്നു. ആ സമയത്ത് വെള്ളപ്പൊക്കത്തിൽ വന്നിട്ട് പേരാണ്. അത് നമ്മുടെ ഈ കോളനി താഴെ താമസിക്കുന്ന തേക്കുംമൂട്ടിൽ രാജൻ്റെ മകൻ രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ് ഈ പട്ടി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത്. അന്ന് തൊട്ട് ഈ പട്ടി കോളനി നിവാസികളുടെ കണ്ണിലുണ്ണിയും ഇവിടെ നോക്കിയും കുഞ്ഞിനോട്ട് വളർത്തുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ വളർത്തി വന്ന പട്ടിയാണ്.
അത് ഇപ്പം 18 ഇപ്പം 25 അപ്പോൾ 7 വർഷക്കാലം നോക്കിക്കൊണ്ട് വന്നിട്ട് എല്ലാവർക്കും ഇപ്പോൾ പറയുന്ന മെമ്പർക്കും അവർ എവിടെ പോകുമ്പോൾ ഞാൻ രാവിലെ ഒന്നും നടക്കാൻ പോകുന്നതാണ്. ഞാൻ രാവിലെ 5 മണിക്ക് നടക്കാൻ പോയാൽ 6:30 ആകുമ്പോഴാണ് ഞാൻ 5 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പട്ടി എൻ്റെ കൂടെ വരികയും തിരിച്ചു വരികയും എല്ലാം ചെയ്യുന്നു. അതുപോലെ ഈ എൻ്റെ തൊട്ട് പുറയിലെ വീട്ടിലെ അച്ഛൻ മരിച്ചപ്പോൾ ആ പട്ടി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി അച്ഛൻ്റെ ശവം കൂട്ടിയിട്ട് നമുക്കിപ്പം കാണാതെ ശവം കൂട്ടിയിട്ട് പോയി 3 ദിവസം അവിടെ കിടക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്ത പട്ടിയാണ്. പക്ഷേ അതിനെന്തോ ഒരു അപകടം സംഭവിക്കുകയോ വിഷം ഉള്ളിൽ ചെയ്യുകയോ എന്തൊക്കെ സംഭവിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു വിഷമം, മനസ്സിൽ കോളനിവാസികൾക്ക് വല്ലാത്തൊരു വിഷമം ഈ 3-ാം വാർഡിൽ എല്ലാവർക്കും ഒരു സങ്കടമായിട്ട് വന്നിരിക്കുകയാണ്. അതാണ് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ കോളനിക്കാരുടെയും കോളനിക്ക് വെളിയിലുള്ളവരുടെയും ഒരു കണ്ണിലുണ്ണിയാണെന്ന് വേണം പറയാൻ പുപ്പൻ. അതിനോടിപ്പുറം ഞങ്ങളോടൊപ്പം എല്ലാവരുടെയും സഹകരണം, ഒരു മനുഷ്യക്കുഞ്ഞ് നമ്മളോട് ഇടപെടുന്നത് എങ്ങനെയാണോ അതിൽ ശക്തമായിട്ടുള്ള സ്നേഹം അവൻ്റെ പങ്ക്. ഞാനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്നെ ഒപ്പം ഞാൻ പോകുന്നിടം വരെ എന്നെ കൊണ്ടാക്കും. ഞാൻ പോരുന്നിടം വരെ അവിടെ വെയിറ്റ് ചെയ്ത് വിറകിനൊക്കെ പോകുമ്പോൾ അവിടെ കിടന്നിട്ട് തിരിച്ച് റിട്ടേൺ വരുന്നിടം വരെ എൻ്റെ കൂടെ നിൽക്കും. ഒരു മക്കൾ പോലും ഇത്രയും സ്നേഹം നമുക്ക് തന്നിട്ടില്ലാത്തൊരു വ്യക്തിയെന്ന് വേണം പറയാം. അവനെ പട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമാണ്. ലോകരുടെ മുഴുവനും കാവൽക്കാരനാണ്. ഒരു വീടിൻ്റെ അല്ല, ഏതാണ്ട് 16 വീടുകളോളം ഈ കോളനി ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാവരുടെയും ഓൾ ഇന്ത്യ അവനെവിടെ എല്ലാവരുടെ അനുവാദവും എല്ലാവരുടെയും സഹകരണവും എല്ലാവരോടും സ്നേഹവും. അവനൊരുള്ള ചോറ് കൊടുക്കാത്ത വ്യക്തികൾ ഈ നിൽക്കുന്നവരിലോ ഇവിടുന്ന് ഔട്ടിലായിട്ടുള്ളവർ ആരും അവന് കൊടുക്കാതിരിക്കത്തില്ല. അത്ര സംസാരിക്കാൻ മാത്രം അവന് കഴിവില്ല എന്ന് മാത്രമേ എനിക്ക് വെളിപ്പെടുത്താനുള്ളൂ. എനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ എൻ്റെ വീടിൻ്റെ കാവൽക്കാരനായിരുന്നു അവന്. ഞാനെപ്പം വന്നാലും എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ എടാ പുഷ്പാന്ന് വിളിച്ചാൽ ഉടനെ ഓടി വരും. വീട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് അലറി വിളിക്കും അവന് എടാ വാന്ന്. അവന് ഭക്ഷണം കൊടുത്തിട്ട് പോലുവേ എനിക്ക് പട്ടിയുണ്ട് അവനും കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് കാര്യമായിരുന്നു. അവന് ഞങ്ങളുടെ ജീവനായിരുന്നു പുഷ്പന്. ഞങ്ങൾക്ക് അവനെ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. ഈ കോളനിക്കാരുടെ ഓരോരുത്തരുടെയും കാവൽക്കാരനായിട്ടായിരുന്നു അവന് ഈ കോളനിയും ജീവിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞിലെ ഒന്നും കിട്ടിയതാണ്. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് അവനെ വളർത്തി അത്ര ആക്കി. പക്ഷേ അവൻ്റെ നഷ്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചു അവനെ. അറിയാം, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു പോയ അതേ ഒരു ഫീലാണ് ഞങ്ങൾക്ക് അവനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോഴും അവനെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുകയില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. പുഷ്പൻ ഞങ്ങളുടെ ജീവനാണ്. അവൻ ഇവിടുത്തെ രാജാവാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവനെപ്പോലെ ഇനി ഒരു പട്ടി ഇനി ഉണ്ടാവാൻ പറ്റുകയില്ല. ഒരു നിസ്സാരം ഒരു കാര്യം പറഞ്ഞാൽ താഴെ ഒരു പയ്യനും കാഞ്ഞിരപ്പള്ളിയിലാണ് പിന്നെ ജോലിക്ക് പോകുന്നത്. അവൻ്റെ കൂടെ പോയിട്ട് ആ പുള്ളിക്കാരനെ ബസ്സേ കയറ്റി വിട്ട് സീറ്റേ പുള്ളി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. അതുപോലെയാണ് ഓരോരുത്തരെയും അവനോട് ഇവിടുന്ന് ആര് പോയാലും. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ അവൻ പെട്ടെന്ന് അവൻ്റെ സ്വഭാവം അങ്ങ് മാറും. അവൻ മുറുമും അവരുടെ നേരെ. എന്നു വെച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വല്ലതും പറ്റുമോ എന്നുള്ള ഒരു രീതിയിൽ രാത്രി ഇരുട്ടത്ത് കുളിക്കാൻ തോട്ടിപ്പോയാൽ ആ കൂടെ വരും. അവിടെ വന്ന് ഞങ്ങൾ കുളിയും കഴിഞ്ഞ് കയറി പോരുമ്പോഴേ അവന് കയറി പോരുള്ളൂ. അത്രയ്ക്ക് ജീവനാണ് ഞങ്ങൾക്ക് അവനെ മറക്കാൻ പറ്റുകയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ ഈ ഓരോ വീടുകളിലും കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരാൾ നഷ്ടപ്പെട്ട ഒരൊറ്റ ഒരു ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവൻ ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണം. അവനെ കിട്ടണം. അവനെ തന്നെ ഞങ്ങൾക്ക് കിട്ടണം. അതുപോലെയാണ് ഞങ്ങൾ അവനെ സ്നേഹിച്ചത്. പുഷ്പൻ ഞങ്ങളുടെ രാജാവാണ്. അവന് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി കുളിപ്പിക്കുന്നത് അവരുടെ പട്ടിയെ കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ ഷാമ്പു എല്ലാം തേച്ച് കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി അവനെ ഒരു മണമോ അങ്ങനെയുള്ള ഒന്നുമില്ല. നല്ലൊരു മിടുക്കം പട്ടിയായിരുന്നു. കിടക്കുന്ന ഓരോ വീടിൻ്റെയും അതൊക്കെ വന്ന് അവിടെ കിടന്നോളും. പിന്നെ അപ്പുറത്തെ ആ വീട് കുളിപ്പിക്കുന്ന പറഞ്ഞ അവിടുത്തെ അവിടെയും പോയി കിടക്കും. ഈ കോളനി വിട്ട് ഈ ഏരിയയിലുള്ള വീടുകൾ വിട്ട് ഒരിടത്തോട്ടും അവൻ പോകത്തില്ല. അവൻ എന്നാ കൊടുത്താലും കുഞ്ഞുങ്ങളുടെ പലഹാരം എടുത്ത് കൊടുത്താലും അവൻ തിന്നോളും. എന്നത് കൊടുത്തെന്ന് പറഞ്ഞാലും അവൻ തിന്നോളും. വീടിനകത്ത് കയറി വന്ന് ഞങ്ങളുടെ കൈ വെള്ളക്കാത്തൊന്നായിരുന്നു അവൻ കഴിച്ചോണ്ട്. അതുപോലെ ഞങ്ങൾ അവനെ സ്നേഹിച്ചു. എനിക്കെപ്പോഴും പുഷ്പൻ്റെ കാര്യം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നതല്ല. ആ പുഷ്പൻ എനിക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു. അവൻ പോയെന്ന് പറഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവൻ അത്രയ്ക്ക് ഇതായിരുന്നു. അതാ ഞാനിപ്പോൾ എന്നെ വിളിച്ച ഉടനെ ഞാൻ വന്നതിൻ്റെ കാര്യം. ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്കാണേലും ഏത് രാത്രിയിലും ഇറങ്ങി നടക്കാനായിട്ടുള്ള അവനുണ്ടായിരുന്നപ്പം പിള്ളേരാണേലും പേടിയില്ലാതെയാ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചേട്ടനാണേലും ജോലി കഴിഞ്ഞ് വരുമ്പോഴാണേലും ഓടി വരുമായിരുന്നു. വീട്ടിൽ അമ്മയാണേലും ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ആണേലും കൊണ്ടുപോയി വിടുകയും തിരിച്ച് വരുമ്പോഴാണേലും ആ കൂടെ വരികയും. അതുകൊണ്ട് അത് ചത്തുപോയത് പറയുന്ന സങ്കടം തന്നെയാണ്.
നിങ്ങൾക്കൊക്കെ ഭയമില്ലാതെ ഇരിക്കാൻ പറ്റുമോ? അതെ, എന്നാ ഏത് പാതിരാത്രി ആയാലും ചേട്ടനൊക്കെ ആണെങ്കിലും താമസിച്ച് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവനുള്ളപ്പം പുറത്തുനിന്ന് വേറെ ഒരാൾ വന്നാൽ തന്നെ ഭയങ്കര അവൻ ദേഷ്യപ്പെട്ട് കുറച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് അറിയാം. എല്ലാ വീടുകളിലും ഈ പരിചയമാണോ? പിന്നെ പിള്ളേരുണ്ടായിരുന്ന അവർ പറഞ്ഞു തന്നേനെ, അവരുമായിട്ട് കൂടുതൽ അവരുമായിട്ടായിരുന്നു അവന്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഈ നോക്കിക്കൊണ്ടിരുന്നത്? എല്ലാവരും നോക്കുമായിരുന്നു. എങ്ങനെ ഭക്ഷണം കൊടുക്കും? എല്ലാവരും ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാം അതിനെ നോക്കും. എല്ലാവരും ഭക്ഷണം കൊടുക്കും. എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങളുടെ കോളനിയിലേ ഈ നടുപുരയ്ക്കൽ കുഞ്ഞു പറഞ്ഞാൽ പുള്ളിക്കാരത്തിൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ 3 ദിവസം ചില പുള്ളിക്കാരൻ്റെ കൂടെ പുറകെ എല്ലാവരും കൂടെ നടക്കുന്ന ഈ പട്ടി എവിടെ സിറ്റിക്ക് പോയാലും ആ പട്ടി വന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകത്തുള്ളൂ. ആ മരിച്ച് നിങ്ങളതിൻ്റെ വീഡിയോ എടുത്തല്ലോ, ആ ശവകൂടിനെ ദീപിച്ച് അവിടെ പോയി 3 ദിവസം ആ പട്ടി പട്ടിണി കിടന്നു. ആ പട്ടി കിടന്നു, വെള്ളം പോലും ഇവർ കൊണ്ട് വെച്ചിട്ട് ആ പട്ടി കുടിച്ചില്ല. അങ്ങനെ 3 ദിവസം കിടന്നിട്ട് ആ പട്ടി കണ്ണീര് ഒലിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ ഏത് രാത്രി ജോലിക്ക് പോയിട്ട് വന്നാലും എൻ്റെ കുടുംബത്തിനും എൻ്റെ പിള്ളേർക്കും എല്ലാം ഒരു കാവലായിരുന്നു. ഞാൻ വരുന്നത് നോക്കി അവൻ ആ കടയിൽ നിൽക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതിനകത്തൊരു പങ്ക് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ അമ്മ ജോലി സ്ഥലത്ത് കൊണ്ടുവിടുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവൻ ഈ കോളനിയിലുള്ളത് നമുക്കൊരു വളരെ തന്നെ ഒരു ആശ്രയമായിരുന്നു. അവൻ ഏത് രാത്രിയിലും ഇവിടെ വേറെ മറ്റൊരാൾ ഈ കോളനി കയറുകയായിരുന്നു. വലിയൊരു തീരാ നോവായി മാറി. ഇതാര് ചെയ്തെങ്കിലും വളരെ ക്രൂരതയായി പോയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളില്ലേ ഇതൊന്ന് ഇതേ ഇരിക്കുന്നു. ഇതുങ്ങളെ എവിടെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോയാൽ നമ്മളെവിടെ ഞാൻ കാനപ്പിളിക്കും പോവാ ഇതിനെ നോക്കിക്കോണം അല്ലെങ്കിൽ ഇതിനെ നോക്കിക്കോണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആ പട്ടി നമ്മൾ വരാതെ അവിടെ നിന്ന് മാറത്തില്ല, ആരെ അടുപ്പിക്കത്തുമില്ല. അത് അതിനെ കളയാൻ എന്ത് പറ്റി അത് പോയി മരിച്ചിട്ട് 2 മാസമായി പറഞ്ഞില്ലേ, മാറുകയല്ലായിരുന്നു കേട്ടോ. പിന്നെ അവന് കുഞ്ഞു പിള്ളേരൊക്കെ ഇതിനകത്ത് ഒത്തിരി ഉണ്ടല്ലോ, അതുങ്ങളുടെയൊക്കെ ജീവനാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചെന്ന് പൂ ഇടുകയും പിന്നെ ചെടി നട്ടേച്ച് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയും അവൻ്റെ അടുത്ത് എപ്പോഴും പിള്ളേരുണ്ട്, എപ്പോഴും ഉണ്ട്. സ്കൂൾ വിട്ട് വന്ന ഉടനെ അതുങ്ങൾ അവിടെ പോയി നിന്നുകൊണ്ട് നോക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യും. എന്നിട്ടിപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അവനെ എന്നും ഒരു ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അവൻ വേണം. അത് കാരണം അവിടെ ഒരു ചെറിയ രീതിയിലൊരു കുടീരം പോലെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഞങ്ങളൊന്ന് ചെയ്യാനായിട്ടൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യണം, എല്ലാവരും കൂടെ കൂടി ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് ഞങ്ങൾ ആലോചിക്കണം. രണ്ടാമത് ഈ കുഞ്ഞിനെ വരെ ഉണ്ടല്ലോ, ഈ കുഞ്ഞിനെ നമ്മൾ എവിടെ ഇരുത്തിട്ട് പോയാലും ആ പട്ടി അവിടെ ഇരിക്കും. ഞാൻ തോട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇവനിങ്ങനെ മണം പിടിച്ചതിലെല്ലാം ഓടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് ഞങ്ങളിങ്ങ് പോകുന്നു. അന്നപ്പോൾ എന്തോ ഓടിപ്പോകുന്നല്ലോ, ഞാനോർത്ത് കുറുക്കനായിരിക്കും നിർത്തി കൈതേ കിടക്കുന്നത്. പിന്നീട് അവിടെ ചെന്നപ്പോഴാണ് ഈ പണിക്കാര് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ പാമ്പിനെ കണ്ടായിരുന്നു ഇവൻ ഇങ്ങനെ ഈ ഇതെല്ലാം പ്രകടിപ്പിച്ചതിലെല്ലാം ഓടിയെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എപ്പോൾ പോയാലും എൻ്റെ കൂടെ ഓരോ റബ്ബറിൻ്റെ ചുവട്ടിൽ വന്നിട്ട് തീരുന്നവരെ അവൻ കൂട്ടത്തിൽ നിൽക്കും. തീരുമ്പോൾ എൻ്റെ കൂടിയേ വരുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഒരു വീട്ടിൽ വന്ന് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വർത്താനം പറയാൻ കയറുമ്പോൾ അവിടെ വന്നാൽ പോർച്ചിൽ കിടക്കും. ഞാൻ പോയിരുന്ന കൂടി എഴുന്നേറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള നല്ല സ്നേഹമുള്ള നായായിരുന്നു. അയ്യോ ഭയങ്കര ഭയങ്കര വിഷമം. രണ്ടെന്തോ അവനിട്ട് മാത്രമേ കിട്ടിയുള്ളൂ. വേറെ അതിന്റെ കൂടെ നടക്കുന്ന പട്ടിക്കൊന്നും വിഷം ഏറ്റിട്ടില്ല. അതുകൊണ്ടൊരു വിഷമമുണ്ട്. 7 വർഷം കൊണ്ട് ഈ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുതൽ മുതിർന്നവരുടെ വരെ പ്രിയങ്കരനായിരുന്നു പുഷ്പൻ എന്ന നായ. അവൻ്റെ വേർപാട് ഇവിടെ നൊമ്പരത്തോടെയാണ് ഇവർ ഓർത്തെടുക്കുന്നത്. അവന് ഓരോരോ കാര്യങ്ങളും ഇനിയും ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ അവൻ ഉണ്ടാകുമെന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.